ബിജെപിക്കെതിരെ വിമർശനമുണ്ട്. ബിജെപിക്ക് ഒപ്പവും NSS ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബിജെപി കേരള അടക്കം എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കല്ലേ. എനിക്കറിയാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. കേരളത്തിലെ രണ്ട് പ്രധാന സമുദായങ്ങളുടെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ നേതാക്കൾ സർക്കാരിനൊപ്പം നിൽക്കുകയാണ്. അതൊരു മെസ്സേജാണോ? അതായത് അതെല്ലാം നിങ്ങളതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാം മനസ്സനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് ഉണ്ട്. കാരണം ഈ കോൺഗ്രസ് നേതാക്കന്മാരെ ഇങ്ങോട്ട് വേണ്ട രീതിയിൽ പെരുന്നയിലേക്കും അല്ലെങ്കിൽ കഞ്ചുമലയിലേക്കും വരുന്നില്ല, മറ്റിടങ്ങളിൽ പോകുന്നു. അങ്ങനെ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് കൂടി ഉണ്ടോ ഈ വിഷയത്തിൽ? എനിക്കൊരു കോംപ്ലക്സും ഇല്ല. കോൺഗ്രസ്സുകാരിവിടെ വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അവരെന്നെ അകത്താക്കാൻ നോക്കിയ ആളുകളല്ലേ, ജയിലിലാക്കാൻ. അതിന് പെറ്റീഷൻ കൊടുത്തതല്ലേ, അത് മറന്നുപോയാ നിങ്ങള്? മാത്രമല്ല അവർ തന്നെ പറഞ്ഞല്ലേ എൻ്റെ വീട്ടിൽ കോൺഗ്രസ്സുകാരൻ വരണമെന്ന്. KPCC വിലക്കിയ വീടാണ്. വിലക്കിയിട്ടില്ലെന്നവർ പറയട്ടെ. അഥവാ പലരും വന്നിട്ടുണ്ടെങ്കിലും പാത്തും പതുങ്ങി വന്നിട്ടുണ്ടേ കോൺഗ്രസ്സുകാർ. കാരണം വിലക്ക് കിടക്കുകയാണ് ഇപ്പോഴും. സെക്രട്ടറി തന്നെ പലപ്പോഴും പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് കഞ്ചുമലയിലേക്ക് വരാനുള്ള ഒരു മടി, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനില്ല. പലയിടങ്ങളിലും ഇവർ പോകാറുണ്ട്. ഈ സമുദായ നേതാവ് എന്നുള്ള ഈ താങ്കളെ മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ അംഗീകരിക്കുന്നില്ല. അപ്പുറത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എടുത്തുകൾ പതിവായി പോവുകയും ചെയ്തു. സെക്രട്ടറി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു പിണക്കം കൂടി ഉണ്ടോ? ഒരു കാരണവശാലില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വരുന്നില്ല എന്നുള്ളൊരു പണക്ക് അശേഷമില്ല. വരാതിരിക്കുന്ന സന്തോഷം തന്നെ. കാരണം അവരെ എന്നെ അകത്താക്കാൻ ശ്രമിച്ചവര് ഇനി എന്റെ വീട്ടിനെ അകത്താക്കാൻ ഞാനിതാ ശ്രമിക്കുന്നത്.